ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ശക്തമായ മഴയായിരുന്നു കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും, അതായത് ആലുവ ക്ഷേത്രം ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ദർശനത്തിനെത്തിയ ഭക്തരെല്ലാവരും തന്നെ മുട്ടോളം വെള്ളത്തിൽ നീന്തിയാണ് ദർശനം നടത്തി മടങ്ങുന്നത്. സാധാരണഗതിയിൽ ഈ മഴക്കാലം എത്തുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറാനുള്ളതാണ്. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ക്ഷേത്രം പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് പെരിയാറിൽ വെള്ളം വലിയ തോതിൽ ഉയരുകയാണ്. ഇതാണിപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്കും വെള്ളം കയറാനിടയായത്. എന്തായാലും ഇനിയും വെള്ളം ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശക്തമായ രീതിയിൽ ഈ വൃഷ്ടിപ്രദേശങ്ങളിലും മറ്റുമൊക്കെ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിൽ ജലനിരപ്പ് കൂടുതലായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, മലങ്കര ഡാമിൻ്റെ ഷട്ടർ കഴിഞ്ഞ ദിവസം വരെ 1 മീറ്ററായിരുന്നു ഉയർത്തിയിരുന്നത്. ഇന്നിപ്പോൾ അത് 1.5 മീറ്ററാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാമിനോട് ചേർന്നുള്ള ഈ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ജില്ലയിൽ ശക്തമായ മഴ രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അല്പം കാലാവസ്ഥ മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഒന്നിടവിട്ട സമയങ്ങളിൽ ശക്തമായ രീതിയിൽ കാറ്റ് അനുഭവപ്പെടുന്നു. കാണാം, ആളുകൾ എത്തുന്നുണ്ട്. പക്ഷെ തിരക്കും വളരെ കുറവാണല്ലേ ഈ ഒരു വെള്ളം കയറിയതോടുകൂടി? തീർച്ചയായിട്ടും, അതായത് ആലുവ ശിവക്ഷേത്രം ഇരിക്കുന്നത് പെരിയാർ നദിയോട് ചേർന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ പെരിയാറിലെ വെള്ളക്കെട്ട് ഉയരുന്ന ഘട്ടത്തിൽ ആ ക്ഷേത്രത്തിലും വെള്ളം ഉയരാറുണ്ട്. പക്ഷേ ഈ ആദ്യ 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ശക്തമായ രീതിയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ ഏകദേശം മുട്ടോളം വെള്ളം ഭക്തർ നീന്തിക്കടന്ന് വേണം ശിവക്ഷേത്രത്തിലേക്ക് കയറാൻ. ശ്രീകോവിലും മറ്റുമൊന്നും വെള്ളം കയറിയിട്ടില്ല. ക്ഷേത്രത്തിന് മുൻഭാഗത്താണ്, അതായത് ഈ ക്ഷേത്രം ഒരു സാധാരണ ഭൂമിയിൽ നിന്നും അല്പം താഴ്ന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ശക്തമായ രീതിയിൽ വെള്ളം കയറി ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും വരും സമയങ്ങളിലും ഈ പെരിയാറിലെ ജലനിരപ്പ് ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്നതിനാൽ തന്നെ ഇനിയും വെള്ളം ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ശ്യാം, പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മുട്ടറ്റം വെള്ളത്തിലാണ് ദർശനം നടത്താനായിട്ട് ആളുകൾ എത്തിയിട്ടുള്ളത്. തിരക്ക് പൊതുവെ കുറവാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. ശ്രീകോവിൽ മുങ്ങിയിട്ടില്ല, ആ ഭാഗത്തേക്ക് വെള്ളം പോയിട്ടില്ല എന്നുള്ളതാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നതാണ് ഇങ്ങനെ വെള്ളം ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ഇടയാക്കിയത്. എന്തായാലും ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ് ക്ഷേത്രത്തിൽ. എന്നാലും മുട്ടറ്റം വെള്ളത്തിൽ ആളുകൾ ദർശനം നടത്തുന്ന കാഴ്ചയാണ് ആലുവ ശിവക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.